മദ്യവിരുദ്ധ സമിതിയുടെയും ഗ്രീൻ വിഷൻ കേരളയുടെയും നേതൃത്വത്തിൽ കോതമംഗലത്ത് ലഹരിവിരുദ്ധ സംഗമം നടത്തി. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ലഹരിശീലം ഭയാനകമായി വർദ്ധിച്ചതിന്റെ മുഖ്യ കാരണം സർക്കാരിന്റെ അനുകൂല നടപടികളാണെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ കുറ്റപ്പെടുത്തി. മദ്യവിരുദ്ധ സമിതിയുടെയും ഗ്രീൻ വിഷൻ കേരളയുടെയും നേതൃത്വത്തിൽ കോതമംഗലത്ത് നടത്തിയ ലഹരിവിരുദ്ധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന മദ്യ നിയന്ത്രണ അധികാരം റദ്ദു ചെയ്തും ആരാധനാലയങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും മദ്യശാലകൾ പാലിക്കേണ്ട ദൂരവ്യവസ്ഥ ലഘൂകരിച്ചും ബാറുകളുടെ രാത്രിയിലെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടും ഭരണ തുടക്കത്തിൽ മദ്യലോബിയെ സഹായിച്ച പിണറായി സർക്കാർ പിന്നീട് മദ്യക്കടകൾ അനുവദിച്ചു നൽകുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് ബാറുകളുടെ എണ്ണം ഇരട്ടിയാക്കി. ലഭ്യതയ്ക്കനുസരിച്ച് സ്വാഭാവികമായി ഉപയോഗവും വർദ്ധിച്ചു. ഇതിൽ തുടക്കമിട്ടുകൊണ്ടാണ് ചെറുപ്പക്കാരടക്കം പിന്നീട് കൂടുതൽ അപകടകാരികളായ രാസലഹരിയിലേക്കും മറ്റും തിരിഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മദ്യവിരുദ്ധ ഏകോപന സമിതി താലൂക്ക് പ്രസിഡന്റ് മാത്യൂസ് നിരവത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കറുകപ്പള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി. മദ്യവിരുദ്ധ ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ജെയിംസ് കോർമ്പേൽ, KCBC മദ്യവിരുദ്ധ സമിതി രൂപതാ സെക്രട്ടറി മാണി കണ്ണാടൻ, റീജിയണൽ പ്രസിഡന്റ് ജോയ് പടയാട്ടിൽ, മാർട്ടിൻ കീഴ്മാടൻ, ബേബി സേവ്യർ, സെബാസ്റ്റ്യൻ കൊച്ചടിവാരം, AC രാജശേഖരൻ, സാബു കുരിശിങ്കൽ, ഇമ്മാനുവൽ കാരകുന്നം, കുര്യൻ കോതമംഗലം, ശശി കുഞ്ഞുമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.